ഹരി ഓം. സദാശിവസമാരംഭ ശങ്കരാചാര്യമധ്യമ അസ്മദാചാര്യപര്യന്ത വന്ദേ ഗുരുപരമ്പര. ഏകദന്തം മഹാകായം തപ്തകാഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കലിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. പീതാംബരങ്കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. അഥ ചതുർവിംശതിതമോऽധ്യായഃ. ശ്രീശുക ഉവാച. ഭഗവാനപി തത്രൈവ ബലദേവേന സംയുത അപശ്യന്നിവസൻ ഗോപാനിന്ദ്രയാഗകൃതോദ്യമാൻ തദഭിജ്ഞോऽഭി ഭഗവാൻ സർവാത്മാ സർവദർശന പ്രസ്രയാ വനതോ പൃച്ഛത് വൃദ്ധാൻ നന്ദപുരോഗമാൻ കഥ്യതാ മേ പിതഃ കോയം സംഭ്രമോപ ഉപാഗത കിം ഫലം കസ്യ ചോദ്ദേശ കേന വാ സാധ്യതേ മഖ ഏതദ് ബ്രൂഹി മഹാൻ കാമോ മഹ്യം ശുശ്രൂഷവേ പിതാ ന ഹി ഗോപ്യം ഹി സാധൂനാം കൃത്യം സർവാത്മനാമിഹ ഹസ്തസ്വപരദൃഷ്ടീനാം അമിത്രോദാസ്തവിദ്വിഷാം ഉദാസീനോരിവദ്വർജ്യ ആത്മവത് സുഹൃദുച്യതേ ജ്ഞാത്വാ ജ്ഞാത്വാ ച കർമാണി ജനോയമനുതിഷ്ഠതി വിദുഷഃ കർമ്മസിദ്ധിഃ സ്യാत् തദാ നാവിദ്വിഷോ ഭവേത് തത്ര താവത് ക്രിയായോഗോ ഭവതാം കിം വിചാരിത അഥവാ ലൗകികസ്തന്മേ പൃച്ഛത സാധുഭണ്യതാം. നന്ദ ഉവാച. പർജന്യോ ഭഗവാനിന്ദ്രോ മേഘാസ്തസ്യാത്മമൂർത്തയ തേഭി വർഷന്തി ഭൂതാനാം പ്രീണനം ജീവനം വയ തം ദാതവയമന്യേ ച വാർമുജാമ്പതിമീശ്വരം ദ്രവ്യൈസ്തൈദ്രേതസാ സിദ്ധൈർയജന്തേ ക്രതുഭിർനരാ തച്ചേഷേണോപജീവന്തി ത്രിവർഗഫലഹേതവേ പുംസാം പുരുഷകാരാണാം പർജന്യഫലഭാവന യ ഏവം വിസൃജേ ധർമ്മം പാരമ്പര്യാഗതം നര കാമാലോഭാത് ഭയാദ്വേഷാ സ വൈ നാപ്നോതി ശോഭനം. ശ്രീശുക ഉവാച. വചോ നിശമ്യ നന്ദസ്യ തഥാന്വേഷാം വ്രജൗകസാം ഇന്ദ്രായ മന്യും ജനയൻ പിതരം പ്രാഹ കേശവ. ശ്രീഭഗവാനുവാച. കർമ്മണാ ജായതേ ജന്തു കർമ്മണൈവ വിലീയതേ സുഖം ദുഃഖം ഭയം ക്ഷേമം കർമ്മണൈവാഭിപദ്യതേ അസ്തി ചേദീശ്വരഃ കശ്ചിത് ഫലരൂപന്യകർമ്മണാം കർത്താരം ഭജതേ സോപി ന ഹ്യകർത്തുഃ പ്രഭുർഹിസാം കിമിന്ദ്രേണേഹ ഭൂതാനാം സ്വസ്വകർമാനുവർത്തിനാം അനീശേനാന്യഥാ കർത്തും സ്വഭാവവിഹിതം നൃണാം സ്വഭാവതന്ത്രോ ഹി ജന സ്വഭാവമനുവർത്തതേ സ്വഭാവസ്ഥമിദം സർവം സദേവാസുരമാനുഷം ദേഹാനുച്ഛവചാൻ ജന്തു പ്രാപ്യോത്സൃജതി കർമ്മണ ശത്രുർമിത്രമുദാസീന കർമ്മൈവ ഗുരുരീശ്വര തസ്മാത് സംപൂജയേത് കർമ്മ സ്വഭാവസ്ഥ സ്വകർമ്മകൃത് അന്യസായേന വർത്തേത തദേവാസ്യാഹി ദൈവതം. ആജീവൈകതരം ഭാവം യസ്തന്യമുപജീവതി ന തസ്മാത് വിന്ദതേ ക്ഷേമം ജാരം നാര്യസദീയഥ വർത്തേത ബ്രഹ്മണാ വിപ്രോ രാജന്യോ രക്ഷയാ ഭുവ വൈശ്യസ്തു വാർത്തയാ ജീവശൂദ്രസ്തു ദ്വിജസേവയാ കൃഷിവാണിജ്യ ഗോരക്ഷാ കുസീദം ദുര്യമുച്യതേ വാർത്താ ചതുർവിധാ തത്ര വയം ഗോവൃദ്ധയോ നിശം സത്വം രജസ്തമയിതി സ്ഥിത്യുൽപത്യന്തഹേതവഃ രജസോത്പദ്യതേ വിശ്വം അന്യോന്യം വിവിധം ജഗത് രജസാ ചോദിതാ മേഘാ വർഷന്ത്യംബൂനി സർവഥാ പ്രജാസ്തൈരേവ സിദ്ധ്യന്തി മഹേന്ദ്ര കിം കരിഷ്യതി നനഃപുരോ ജനപദാനാ ഗ്രാമാനഗൃഹാ വയം നിത്യം വനൗകസസ്താദാ വനശൈലനിവാസിന തസ്മാത് ഗവാം ബ്രാഹ്മണാനാം അദ്രേശ്ചാരഭ്യതാമഹ യ ഇന്ദ്രയാഗസംഭാരാസ്തൈരയം സാധ്യതാമഹ പച്യന്താം വിവിധാ പാകാ സൂപാന്താ പായസാദയ സംയാവാഭൂപശത്കുല്യാ സർവദോഹശ്ച ഗൃഹ്യതാം ഹൂയന്താമഗ്നയാ സമ്യക് ബ്രാഹ്മണൈർബ്രഹ്മവാദിഭിः അന്നം ബഹുവിധം തേഭ്യോ ദേയം വോധേനുദക്ഷിണ അന്യേഭ്യശ്ചാശ്വചാണ്ഡാളാ പതിതേഭ്യോ യദാർഹത യവസം ച ഗവാം ദത്വാ ഗിരയേ ദീയതാം ബലി
സ്വലം കൃതാ ഭുക്തവന്താ സ്വനുലിപ്താ സുവാസസ പ്രദക്ഷിണം ച കുരുതാ ഗോവിപ്രാനലപർവ്വതാൻ ഏതന്മമ മതം ദാതാ ക്രിയതാം യദി രോചതേ അയം ഗോ ബ്രാഹ്മണാദ്രീണാം മഹ്യം ച ദയിതോ മഖ. ശ്രീശുകവാച കാലാത്മനാ ഭഗവതാ ശക്രദർഭം ജിഘാംസദാ പ്രോക്തം നിശമ്യ നന്ദാധ്യ സ്വാദ്വഗൃണ്ണന്ത തദ്വജ തഥാ ച വ്യദതു സർവം യദാഹ മധുസൂദന വാചയിത്വാ സ്വസ്ത്യയനം തദ്ദ്രവ്യേണ ഗിരിദ്വിജാൻ ഉപഹൃത്യ ബലീൻ സർവാനാദൃതായ വസംഗവാം ഗോധനാനി പുരസ്കൃത്യ ഗിരിം ചക്രു പ്രദക്ഷിണം അനാംശനടുദ്യുക്താനി തേ ചാരുഹ്യ സ്വലം കൃതാ ഗോപ്യശ്ച കൃഷ്ണവീര്യാണി ഗായന്ത്യ സദ്വിജാശിഷ കൃഷ്ണസ്തുന്യതമം രൂപം ഗോപവിസൃംഭണം ഗദാ ശൈലോസ്മീതി ബ്രുവൻ ഭൂരി ബലിമാദദ്ബൃഹദ്വപു തസ്മൈ നമോ വ്രജജനൈ സഹ ചക്രേൽമനേൽമനെ അഹോ പശ്യത ശൈലോസൗ രൂപിണോനുഗ്രഹം യഥാത് യേഷോപജാനതോ മർത്യാൻ കാമരൂപീവ നൗകസാ ഹന്തി ഹ്യസ്മൈ നമസ്യാമാ ശർമ്മണി ആത്മനോ ഗവാം ഇത്യദ്രിഗോദ്വിജമുഖം വാസുദേവ പ്രണോദിത യഥാ വിധായ തേ ഗോപാ സഹ കൃഷ്ണാ വ്രജം യയു. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ ചതുർവിംശതിതമോധ്യായ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരി ഓം. മേ ശരണം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദര മന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീകൃഷ്ണായ നമഃ. ശ്രീമദ് ഭാഗവതത്തിലെ ദശമസ്കന്ധത്തിൽ 24-ാമത്തെ അധ്യായമാണ് പറയുന്നത്, ഇന്ദ്രയാഗഭംഗം. കഴിഞ്ഞ അധ്യായത്തിൽ ഭഗവാൻ വിപ്രപത്നിമാരെ അനുഗ്രഹിച്ച കഥയാണ് പറഞ്ഞത്. ഈ അധ്യായത്തിൽ ശ്രീ ശിവബ്രഹ്മർഷി പറയാണ്, ഭഗവാൻ അഭിതത്രൈവ ബലദേവേന സംയുത അപശ്യൻ നിവസൻ ഗോപാൻ ഇന്ദ്രയാഗകൃതോദ്യമാൻ. രാമകൃഷ്ണന്മാർ ഗോകുലത്തിൽ വസിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഗോപന്മാർ ചേർന്ന് ഇന്ദ്രയാഗം നടത്തുന്നതിനുള്ള ഒരുക്കങ്ങൾ നടത്തുന്നത് അവർ കാണുകയുണ്ടായി. കൃഷ്ണൻ സർവജ്ഞനാണെങ്കിലും ഒന്നും അറിയാത്തവനെ പോലെ നന്ദാദി ഗോപവൃദ്ധന്മാരെ സമീപിച്ച് ചോദിക്കുകയാണ്, പിതാവേ, ഈ യാഗം എന്തിനു വേണ്ടിയാണ് നടത്തുന്നത്? ഇതുകൊണ്ടുള്ള പ്രയോജനം എന്താണ്? ആർക്കു വേണ്ടിയാണ് ഈ യാഗം നടത്തുന്നത്? ഇതറിയാൻ എനിക്ക് വളരെയധികം ആഗ്രഹമുണ്ട്. ഭേദബുദ്ധി വിട്ടവരും സർവവും ആത്മമയമായി ദർശിക്കുന്നവരുമായ പുണ്യാത്മാക്കൾ ഒന്നും തന്നെ ഗോപ്യമായി വയ്ക്കുവാൻ ഇഷ്ടപ്പെടുകയില്ല. അവർ സർവ്വതിനെയും മിത്രഭാവത്തോടുകൂടി ദർശിക്കുന്നവരാണ്. കർമ്മതത്വത്തെ നന്നായി മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവന് അതിൻ്റെ ഫലം സിദ്ധിക്കുന്നു. കർമ്മതത്വം അറിയാത്തവന് ഫലസിദ്ധിയില്ല തന്നെ. ഈ യാഗം ശാസ്ത്രതത്വത്തെ നല്ലപോലെ മനസ്സിലാക്കിക്കൊണ്ടുള്ളതാണോ അതോ ലോക ആചാരത്തെ അനുവർത്തിക്കുന്നതാണോ? അവിടുന്ന് എൻ്റെ സംശയത്തെ തീർത്തു തന്നാലും. അപ്പം നന്ദഗോപർ പറഞ്ഞു, മകനെ, വർഷത്തിൻ്റെ അധിദേവത ഇന്ദ്രനാകുന്നു. മേഘങ്ങൾ വർഷത്തിൻ്റെ മൂർത്തിമൽ ഭാവങ്ങളാകുന്നു. ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് ആശ്രയമായ ജലം മേഘങ്ങൾ വർഷിക്കുന്നു. തന്മൂലമുണ്ടാകുന്ന ദ്രവ്യങ്ങൾ കൊണ്ട് എല്ലാവരും വർഷനാഥനായ ഇന്ദ്രനെ യജിക്കുന്നു. ആ യജ്ഞശിഷ്ടത്തെ ധർമാർത്ഥ കാമപ്രാപ്തിക്കായി നൽകുന്നവനാണ് ഇന്ദ്രൻ. ഇപ്രകാരം പരമ്പരാഗതമായി അനുഷ്ഠിച്ചു വരുന്ന ധർമ്മത്തെ കാമക്രോധാദികൾക്കോ ലോഭമോഹാദികൾക്കോ വിധേയനായി ത്യജിക്കുന്നത് ഒരിക്കലും നന്മയുണ്ടാക്കുന്നതല്ല. ശ്രീ സുബ്രഹ്മണ്യ പറയാണ്, നന്ദഗോപരുടെ ഈ വാക്ക് കേട്ട് കൃഷ്ണൻ ഇന്ദ്രനെ കോപമുണ്ടാക്കുന്ന വിധത്തിൽ പറയാണ്, പിതാവേ, ജീവികൾ ഉണ്ടാകുന്നത് കർമ്മം കൊണ്ടാണ്. സുഖദുഃഖാദികളും ഭയവും ക്ഷേമവും ഉണ്ടാകുന്നതും മരിക്കുന്നതും എല്ലാം കർമ്മം കൊണ്ട് തന്നെയാണ്. കർമ്മഫലത്തെ നൽകുന്നതിന് ഒരു ഈശ്വരനുണ്ടെങ്കിൽ അവൻ കർമ്മം ചെയ്യാത്തവന് ഫലസിദ്ധിയെ നൽകുമോ?
മനുഷ്യർ പൂർവ്വജന്മ കർമാനുസൃതമായി സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നു. ആ നിലയെ മാറ്റിമറിക്കുവാൻ ഇന്ദ്രന് സാധിക്കുമോ? അദ്ദേഹത്തെക്കൊണ്ട് കർമ്മവശകരായി ജീവിക്കുന്ന മനുഷ്യർക്ക് എന്ത് പ്രയോജനമാണുള്ളത്? സർവ്വജീവികളും സ്വഭാവത്തിന് കീഴടങ്ങി കഴിയുന്നു. മനുഷ്യർക്കോ അസുരന്മാർക്കോ ദേവന്മാർക്കോ ഇതിൽ നിന്ന് മുക്തിയില്ല. സ്വകർമ്മത്തിന് അനുസൃതമായ ഉത്കൃഷ്ടമോ നികൃഷ്ടമോ ആയ ശരീരികൾ കൈക്കൊള്ളുന്നു. ജീവികൾക്ക് കർമ്മം മാത്രമാണ് മിത്രവും ശത്രുവും. അതുകൊണ്ട് മനുഷ്യർ സ്വസ്വഭാവത്തിന് അനുസൃതമായ കർമ്മങ്ങൾ അനുഷ്ഠിച്ച് ജീവിക്കുകയാണ് വേണ്ടത്. കർമ്മത്തെ മാത്രമാണ് ദൈവമായി കരുതി പൂജിക്കേണ്ടത്. ജീവനെ ആസ്പദമായി വർത്തിക്കുന്നതിന് വെടിഞ്ഞ് അന്യമായതിനെ സേവിക്കുന്നവൻ ജാരബന്ധമുള്ള നാരി എന്ന പോലെ ശുഭത്തെ പ്രാപിക്കുന്നില്ല. ബ്രാഹ്മണൻ വേദം കൊണ്ടും ക്ഷത്രിയൻ പ്രജാപരിപാലനം കൊണ്ടും വൈശ്യൻ കച്ചവടം കൊണ്ടും ശൂദ്രൻ ബ്രാഹ്മണ ശുശ്രൂഷ കൊണ്ടും ജീവിക്കണം. വാണിജ്യം, കൃഷി, ഗോപരിപാലനം, കുസീതം എന്നുവെച്ചാൽ പലിശ കൊണ്ടുള്ള ഉപജീവനം എന്നിവ 4 വൈശ്യൻ്റെ ധർമ്മങ്ങൾ. ഇതിൽ നമ്മൾ ഗോസംരക്ഷണം ചെയ്ത് ജീവിക്കുന്നവരാണ്. സത്വം, രജസ്, തമസ് എന്നിവ 3 വിശ്വത്തിൻ്റെ സൃഷ്ടിസ്ഥിതിയിലായ കാരണങ്ങൾ. ജീവികൾ രജോ ഗുണം മൂലം മൈഥുനത്തിൽ ഏർപ്പെടുന്നതുകൊണ്ട് ലോകത്ത് ജീവികൾ വർദ്ധിക്കുന്നു. അതേ രജഗുണത്തിൻ്റെ പ്രേരണ നിമിത്തം മേഘങ്ങൾ വർഷിക്കുന്നു. അതുമൂലമാണ് ജീവജാലങ്ങൾ ജീവിക്കുന്നത്. ഇവിടെ ഇന്ദ്രൻ എന്ത് കർമ്മമാണ് തൻ്റേതായി ചെയ്യുന്നത്? നമുക്ക് ഗൃഹങ്ങളോ ദേശങ്ങളോ ഗ്രാമങ്ങളോ ഒന്നും സ്വന്തമായിട്ടില്ല. നമ്മുടെ വാസം കാട്ടിലും മലയിലുമാണ്. അതുകൊണ്ട് നമ്മൾ ഗോക്കൾ, പർവ്വതം, ബ്രാഹ്മണർ എന്നിവരുടെ തൃപ്തിക്കായിക്കൊണ്ട് യാഗം നടത്തണം. യാഗത്തിനാവശ്യമായ സംഭാരങ്ങളെല്ലാം തന്നെ എത്രയും വേഗം ഉരുക്കൂട്ടുക. വേദജ്ഞരായ ബ്രാഹ്മണരോട് യാഗാർത്ഥം അഗ്നികളെ ജ്വലിപ്പിക്കാൻ പറയുക. അവർക്ക് ഭോജനം, ദക്ഷിണ, ധനം എന്നിവ വിധി പോലെ സമർപ്പിക്കുക. പിന്നെ ചണ്ടാളർ, നായാടികൾ മുതലായവർക്കും യഥാവിധി ഭോജനം നൽകണം. ഗോക്കൾക്ക് വേണ്ടതുപോലെ പച്ചപ്പുല്ലുകൾ നൽകിയതിനു ശേഷം ഈ പർവ്വതേന്ദ്രനെ പൂജിക്കണം. എല്ലാവരും സ്നാനം ചെയ്ത് നല്ല വസ്ത്രങ്ങളും ആഭരണങ്ങളും ധരിച്ച് കളഭം, കുറിക്കൂട്ടുകൾ എന്നിവ അണിഞ്ഞ് ആനന്ദത്തോടുകൂടി ബ്രാഹ്മണരെയും ഗോക്കളെയും ഈ ശൈലരാജനെയും പ്രദക്ഷിണം ചെയ്യണം. എൻ്റെ അഭിപ്രായം നല്ലതാണെന്ന് തോന്നുന്നെങ്കിൽ ആചരിക്കുക. എനിക്കും പശുക്കൾക്കും ബ്രാഹ്മണർക്കും പർവ്വതത്തിനും ഈ യജ്ഞം പ്രിയങ്കരമാണ്. ശ്രീ ശിവബ്രഹ്മേശ്വർ പറയണേ, ഇന്ദ്രൻ്റെ അഹങ്കാരം ശമിപ്പിക്കാനായി കാലസ്വരൂപനായ ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞ വാക്കിനെ സർവ്വഗോപന്മാരും സന്തോഷത്തോടുകൂടി സ്വീകരിച്ചു. ഇന്ദ്രയാഗത്തിനായി സംഭരിച്ച ദ്രവ്യങ്ങൾ കൊണ്ട് അവർ ബ്രാഹ്മണരെയും ഗോക്കളെയും പർവ്വതത്തിനെയും പൂജിച്ചു. നല്ല ഇളമ്പുലുകൾ നൽകി പശുക്കളെ തൃപ്തിപ്പെടുത്തി. നാനാ ആഭരണങ്ങൾ അണിഞ്ഞവരും മനോഹരങ്ങളായ വസ്ത്രങ്ങൾ ധരിച്ചവരുമായ ഗോപസ്ത്രീകളും ഗോപന്മാരും കൃഷ്ണ മഹാത്മ്യം സ്തുതിച്ചുകൊണ്ട് കാളവണ്ടിയിൽ കയറി പർവ്വതത്തെ പ്രദക്ഷിണം ചെയ്തു. കൃഷ്ണസ്ത്വന്യതമം രൂപം ഗോപവിശ്രംഭണം ഗദാ ശൈലോസ്മീതി ബ്രുവൻ ഭൂരി ബലിമാദത് ബൃഹദ്വപൂ തസ്മൈ നമോ വൃജനൈ സഹചക്രേത്മനാത്മനേ അഹോ പശ്യത ശൈലോസൗ രൂപീനോ അനുഗ്രഹം വ്യഥാൽ. ഗോപന്മാർക്ക് വിശ്വാസം വരുത്തുവാനായി കൃഷ്ണൻ ഒരു ഉന്നതതര രൂപം ധരിച്ച് അവർ നൽകിയ അന്നമെല്ലാം ഭുജിച്ചു. അനന്തരം ഭഗവാൻ പറഞ്ഞു, അഹോ അത്ഭുതം തന്നെ, ഈ പർവ്വതേന്ദ്രൻ സ്വരൂപമുണ്ട്, നമ്മൾ നൽകിയതെല്ലാം ഭുജിച്ചുവല്ലോ. നിന്ദയോടുകൂടി ഇവിടെ കഴിയുന്ന മൂഢന്മാരെ ഈ പർവ്വതേന്ദ്രൻ നിശ്ചയമായും ഇല്ലാതാക്കും. ഇത്രയും പറഞ്ഞ് ഭഗവാൻ തൻ്റെ തന്നെ ആ സ്വരൂപത്തെ നമിച്ചു. ഇതുകണ്ട സർവ്വജനങ്ങളും അപ്രകാരം ചെയ്തു. കൃഷ്ണവചസ്സിനെ മാനിച്ച് ഗോവിപ്ര ശൈലപൂജകൾ നിർവഹിച്ചതിന് ശേഷം ഗോപഗോപീജനങ്ങൾ സ്വഗൃഹങ്ങളിലേക്ക് മടങ്ങിപ്പോയി. ഇത്രത്തോളമാണ് ഈ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ളത്. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.